തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ദിവസങ്ങൾ പിന്നിട്ടിട്ടും കേരളം ഇന്നും ഒരു വലിയ ചോദ്യത്തിനു മുന്നിലാണ്. ആരാകും നമ്മുടെ മുഖ്യമന്ത്രി? ജനവിധി വ്യക്തമായിട്ടും ഭരണസിരാ കേന്ദ്രങ്ങളിൽ ചർച്ചകളും തർക്കങ്ങളും മുറുകുകയാണ്. കേരള രാഷ്ട്രീയത്തിലെ അധികായരായ 3 പേരുകളിലേക്ക് വിരൽ ചൂണ്ടി അണികളും രാഷ്ട്രീയ നിരീക്ഷകരും ഒരുപോലെ കാത്തിരിക്കുന്നു. ജനകീയനായ VD സതീശൻ, ദേശീയ രാഷ്ട്രീയത്തിന്റെ കരുത്തുമായി KC വേണുഗോപാൽ, അനുഭവ സമ്പത്തിന്റെ കരുത്തിൽ രമേശ് ചെന്നിത്തല. ഈ 3 പേരിൽ ആരുടെ തലയിലാകും മുഖ്യമന്ത്രി കിരീടമിരിക്കുക? എന്തുകൊണ്ടാണ് ഈ തീരുമാനം ഇത്രയും നീണ്ടുപോകുന്നത്? അണിയറയിൽ നടക്കുന്നത് വലിയ രാഷ്ട്രീയ നീക്കങ്ങളോ അതോ ഗ്രൂപ്പ് പോരുകളോ? കേരളത്തിന്റെ അടുത്ത നായകനെ കണ്ടെത്താനുള്ള ഈ പ്രതിസന്ധിക്ക് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. വീഡിയോ മുഴുവനായി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കേരളത്തിന്റെ ഭരണസാരഥ്യത്തിലേക്ക് ഈ നേതാക്കൾ കടന്നു വന്നാൽ രാഷ്ട്രീയപരമായും ഭരണപരമായും ഉണ്ടാകാനിടയുള്ള മാറ്റങ്ങൾ നമുക്ക് പരിശോധിക്കാം. നിലവിൽ കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവാണ് VD സതീശൻ. കൃത്യമായ കണക്കുകളും വസ്തുതകളും നിരത്തി നിയമസഭയിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന അദ്ദേഹത്തിന്റെ ശൈലി വളരെ ശ്രദ്ധേയമാണ്. പറവൂർ മണ്ഡലത്തെയാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത്. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായി പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു നേതാവായിട്ടാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ജനങ്ങൾ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയായി കാണുവാൻ ആഗ്രഹിക്കുന്നത് ഇദ്ദേഹത്തെയാണ്. VD സതീശൻ. ഗുണങ്ങൾ. വസ്തുതകളും കണക്കുകളും അടിസ്ഥാനമാക്കി സംസാരിക്കുന്ന ഇദ്ദേഹത്തിന്റെ ശൈലി ഭരണത്തിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവരാൻ സഹായിച്ചേക്കാം. പുതുതലമുറ വോട്ടർമാരുടെ ഇടയിലുള്ള സ്വീകാര്യതയും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായ പ്രവർത്തനവും പോസിറ്റീവ് ഘടകങ്ങളാണ്. ദോഷങ്ങൾ. പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെയും വിവിധ ഗ്രൂപ്പുകളെയും ഒരേപോലെ കൂടെ കൊണ്ടുപോകുക എന്നത് വലിയൊരു വെല്ലുവിളിയായിരിക്കും. ഭരണപരിചയമില്ലാത്തത് തുടക്കത്തിൽ ചില പ്രായോഗിക തടസ്സങ്ങൾ ഉണ്ടാക്കിയേക്കാം. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികളിലൊരാളാണ് KC വേണുഗോപാൽ. AICC ജനറൽ സെക്രട്ടറിയായ അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തരിലൊരാളായാണ് കണക്കാക്കപ്പെടുന്നത്. ആലപ്പുഴയിൽ നിന്നുള്ള പാർലമെന്റ് അംഗമായ അദ്ദേഹം ദേശീയ തലത്തിൽ പാർട്ടിയുടെ സംഘടനാ ചുമതലകൾ വഹിക്കുന്നതിനൊപ്പം കേരളത്തിലെ രാഷ്ട്രീയ കാര്യങ്ങളിലും നിർണായക സ്വാധീനം ചെലുത്തുന്നു. KC വേണുഗോപാൽ. ഗുണങ്ങൾ. കേന്ദ്ര ഭരണകൂടവുമായും മറ്റ് സംസ്ഥാനങ്ങളുമായും അടുത്ത ബന്ധമുള്ള നേതാവായതിനാൽ കേരളത്തിന്റെ വികസന കാര്യങ്ങളിൽ ദേശീയ തലത്തിലുള്ള സ്വാധീനം ഉപയോഗിക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കും. ഹൈക്കമാൻഡിന്റെ പൂർണ്ണ പിന്തുണയുള്ളത് ഭരണത്തിൽ കൂടുതൽ അധികാരം നൽകും. ദോഷങ്ങൾ. ഏറെക്കാലമായി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിനാൽ കേരളത്തിലെ താഴെത്തട്ടിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി എത്രത്തോളം പൊരുത്തപ്പെടാൻ സാധിക്കുമെന്നത് ഒരു ചോദ്യചിഹ്നമാണ്. കേരള രാഷ്ട്രീയത്തിലേക്ക് പെട്ടെന്നുള്ള മടങ്ങിവരവ് പാർട്ടിയിലെ പ്രാദേശിക സമവാക്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയേക്കാം. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പരിചയസമ്പന്നനായ നേതാക്കളിൽ ഒരാളാണ് രമേശ് ചെന്നിത്തല. KSU കാലം മുതൽ രാഷ്ട്രീയത്തിൽ സജീവമായ അദ്ദേഹം KPCC പ്രസിഡന്റ്, ആഭ്യന്തരമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നീ നിലകളിൽ തിളങ്ങിയിട്ടുണ്ട്. ഹരിപ്പാട് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന അദ്ദേഹം ഭരണപക്ഷത്തിന്റെ വീഴ്ചകൾ ജനമധ്യത്തിലെത്തിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്ന നേതാവാണ്. രമേശ് ചെന്നിത്തല. ഗുണങ്ങൾ. മുൻപ് ആഭ്യന്തരമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും പ്രവർത്തിച്ചുള്ള വലിയ ഭരണപരിചയം ഇദ്ദേഹത്തിന്റെ കരുത്താണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും താഴെത്തട്ടിലുള്ള പ്രവർത്തകരുമായി അടുത്ത ബന്ധമുള്ള നേതാവായതിനാൽ ഭരണയന്ത്രം വേഗത്തിൽ ചലിപ്പിക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കും. ദോഷങ്ങൾ. മുൻപ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ നേരിട്ട രാഷ്ട്രീയ വിവാദങ്ങൾ വീണ്ടും ചർച്ചയാകാൻ സാധ്യതയുണ്ട്. പുതിയ കാലഘട്ടത്തിലെ വോട്ടർമാരെ ആകർഷിക്കാൻ പഴയ രാഷ്ട്രീയ ശൈലിയിൽ മാറ്റം വരുത്തേണ്ടി വരും. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ദിവസങ്ങൾ പിന്നിട്ടിട്ടും കേരളം ഇന്നും ഒരു വലിയ ചോദ്യത്തിനു മുന്നിലാണ്. ആരാകും നമ്മുടെ മുഖ്യമന്ത്രി? ജനവിധി വ്യക്തമായിട്ടും ഭരണസിരാ കേന്ദ്രങ്ങളിൽ ചർച്ചകളും തർക്കങ്ങളും മുറുകുകയാണ്. കേരള രാഷ്ട്രീയത്തിലെ അധികായരായ 3 പേരുകളിലേക്ക് വിരൽ ചൂണ്ടി അണികളും
രാഷ്ട്രീയ നിരീക്ഷകരും ഒരുപോലെ കാത്തിരിക്കുന്നു. ജനകീയനായ വി.ഡി. സതീശൻ, ദേശീയ രാഷ്ട്രീയത്തിന്റെ കരുത്തുമായി കെ.സി. വേണുഗോപാൽ, അനുഭവ സമ്പത്തിന്റെ കരുത്തിൽ രമേശ് ചെന്നിത്തല. ഈ 3 പേരിൽ ആരുടെ തലയിലാകും മുഖ്യമന്ത്രി കിരീടം ഇരിക്കുക? എന്തുകൊണ്ടാണ് ഈ തീരുമാനം ഇത്രയും നീണ്ടുപോകുന്നത്? അണിയറയിൽ നടക്കുന്നത് വലിയ രാഷ്ട്രീയ നീക്കങ്ങളോ അതോ ഗ്രൂപ്പ് പോരുകളോ? കേരളത്തിന്റെ അടുത്ത നായകനെ കണ്ടെത്താനുള്ള ഈ പ്രതിസന്ധിക്ക് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. വീഡിയോ മുഴുവനായി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. രമേശ് ചെന്നിത്തല ഗുണങ്ങൾ. മുൻപ് ആഭ്യന്തരമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും പ്രവർത്തിച്ചുള്ള വലിയ ഭരണപരിചയം ഇദ്ദേഹത്തിന്റെ കരുത്താണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും താഴെ തട്ടിലുള്ള പ്രവർത്തകരുമായി അടുത്ത ബന്ധമുള്ള നേതാവായതിനാൽ ഭരണയന്ത്രം വേഗത്തിൽ ചലിപ്പിക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കും. ദോഷങ്ങൾ. മുൻപ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ നേരിട്ട രാഷ്ട്രീയ വിവാദങ്ങൾ വീണ്ടും ചർച്ചയാകാൻ സാധ്യതയുണ്ട്. പുതിയ കാലഘട്ടത്തിലെ വോട്ടർമാരെ ആകർഷിക്കാൻ പഴയ രാഷ്ട്രീയ ശൈലിയിൽ മാറ്റം വരുത്തേണ്ടി വരും. കേരളം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായൊരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ചർച്ചകൾ ഡൽഹിയിലും തിരുവനന്തപുരത്തുമായി മുറുകുമ്പോൾ തീരുമാനങ്ങൾ വൈകുന്നത് വെറുമൊരു അധികാര തർക്കമല്ല, മറിച്ച് വരാനിരിക്കുന്ന 5 വർഷം കേരളത്തെ ആര് നയിക്കണമെന്ന ഗൗരവമേറിയ ചിന്തയുടെ പ്രതിഫലനം കൂടിയാണ്. വി.ഡി. സതീശന്റെ പോരാട്ടവീര്യമാണോ, കെ.സി. വേണുഗോപാലിന്റെ ദേശീയ സ്വാധീനമാണോ, അതോ രമേശ് ചെന്നിത്തലയുടെ അനുഭവ സമ്പത്താണോ കേരളത്തിന് ഇന്ന് ആവശ്യം? ആര് മുഖ്യമന്ത്രിയായാലും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കും സംസ്ഥാനത്തിന്റെ വികസനത്തിനുമാകണം പ്രഥമ പരിഗണന. സസ്പെൻസുകൾക്ക് അധികം ആയുസ്സുണ്ടാകില്ല. വരും ദിവസങ്ങളിൽ കേരളത്തിന്റെ പുതിയ നായകനെ നമ്മൾ അറിയും. പക്ഷെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ 3 നേതാക്കളിൽ ആരെയാണ് നിങ്ങൾ മുഖ്യമന്ത്രി കസേരയിൽ കാണാൻ ആഗ്രഹിക്കുന്നത്? മറക്കറ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള രാഷ്ട്രീയ വിശകലനങ്ങൾക്കായി ദ പോപ്കോൺ എംപയർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.